സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യത. ഇന്ന് രാത്രി 11:30 വരെ 0.5 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മാനസ മനോജ് വിശദാംശങ്ങൾ നൽകും. മാനസ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് രാത്രി 11:30 വരെയാണ് കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയും അതോടൊപ്പം തന്നെ കടലാക്രമണ സാധ്യതയും ഉണ്ടാകും എന്ന അറിയിപ്പ് വരുന്നത്. ഈ 0.5 മീറ്റർ മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ സെക്കൻഡിൽ 15 സെന്റിമീറ്ററിനും 50 സെന്റിമീറ്ററിനും ഇടയിൽ കാറ്റിന്റെ വേഗത മാറി വരുവാൻ സാധ്യതയുണ്ട് എന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടലാക്രമണ സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങരുതെന്നും ഇറങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നും വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം തീരത്ത് താമസിക്കുന്നവർ മാറി താമസിക്കണം. അതോടൊപ്പം തന്നെ ഈ മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും, യാനങ്ങൾ തുടങ്ങിയ ബോട്ട്, വള്ളം തുടങ്ങിയവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക. അതോടൊപ്പം തന്നെ വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിച്ചു തന്നെ കെട്ടിയിടണം. അപകട സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കെട്ടിയിടേണ്ടത് എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഒപ്പം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം എന്ന് പറയുന്നുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം എന്നും അറിയിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികളും ബീച്ചുകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ തീരത്ത് കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കണമെന്നും ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആര്യ. ശരി, മാനസ മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.